മറ്റു വാർത്തകളിലേക്കാണ്. ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ കൂടാരമായി മാറിയിരിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ. അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ CPIയുടെ നേതൃത്വത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സലീം കുമാർ. ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം പോലും പണയപ്പെടുത്തി പണം കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഭരണസമിതി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് സാധാരണക്കാർക്ക് വീട് നൽകിയത്. UDF അധികാരത്തിലെത്തിയതിനു ശേഷം ഒരാൾക്ക് പോലും വീട് നൽകിയിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതി കൊള്ളക്കാരുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണെന്നും സലീം കുമാർ കുറ്റപ്പെടുത്തി. ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPIയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ഇരുന്ന സമയത്ത് വീട് കിട്ടിയതല്ലാതെ ഒരാൾക്ക് പോലും ഒരു വീട് പോലും കൊടുക്കുന്നില്ല. എല്ലാ വീടുകളിലും വൈദ്യുതി, എല്ലാവർക്കും വീടുകളിൽ വെളിച്ചം, നാട്ടിൽ വെളിച്ചം എന്ന പദ്ധതി ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. പക്ഷേ വൾപൂരിക്കളഞ്ഞതിന് ശേഷം വെളിച്ചം കാണിക്കാത്ത ഭരണസമിതി ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി മാത്രമായിരിക്കും. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന കൊള്ളക്കാരെയും അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും പിടിച്ചു പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുവാനാണ് CPI തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് കെ സലീം കുമാർ പറഞ്ഞു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ കുമാർ തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.